ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫൗസീസ് കിച്ചൺ. ഇന്ന് അടിപൊളി ഒരു ക്യാരറ്റ് പുഡിംഗ് ആണ് ഉണ്ടാക്കുന്നത്. ഇതുണ്ടാക്കാൻ വേണ്ടി 500 മില്ലി പാല് ഒരു പാനിലെടുത്ത് വെക്കുന്നുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്തിട്ട് തന്നെയാണ് വെച്ചേക്കുന്നത്. ഇനി ഇതിലേക്ക് ക്യാരറ്റ് തൊലി കളഞ്ഞിട്ട് അരിഞ്ഞെടുത്തത് ഒരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാലൊന്ന് തിളച്ചിട്ടും വരണം, ഒപ്പം ക്യാരറ്റ് വെന്ത് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണത്. പാല് അടിയിലും സൈഡിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പാല് നന്നായി തിളച്ചിട്ട് നമ്മുടെ ക്യാരറ്റൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. പാലിൽ പാട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഫ്ലെയിം ഓഫ് ചെയ്താലും നമ്മൾ കുറച്ച് നേരം കൂടി ഒന്ന് ഇളക്കി കൊണ്ടിരിക്കണം. ഇതിനി മാറ്റി വയ്ക്കുന്നുണ്ട്. ഇതിപ്പോൾ ചൂടൊക്കെ ആറിയുണ്ട്. ഇനി നമുക്ക് മിക്സിയിൽ ഈ ക്യാരറ്റ് ഒന്ന് അടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ക്യാരറ്റിൻ്റെ കൂടെ കുറച്ച് പാല് മാത്രം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് വെള്ളം ഇവിടെ എടുത്തിട്ടുണ്ട്. വെള്ളം ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ഒരു ബൗൾ ചൈന ഗ്രാസ് എടുത്ത് വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഇനി നന്നായി മെൽറ്റ് ചെയ്ത് വരണം. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ പാലിൻ്റെ കൂടെ നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്ത ക്യാരറ്റും പാലും കൂടി ഉള്ളത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലിനി 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കൈ വിടാതെ ഇളക്കി കൊണ്ടിരിക്കണം. ഇത് നല്ലോണം കുക്കായി വരുമ്പോൾ മേൽഭാഗത്തുള്ള ആ പതൊക്കെ പോയി കിട്ടും. ചൈന ഗ്രാസ് നമ്മൾ അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല. ചൈന ഗ്രാസ് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് പാലും ക്യാരറ്റും ഉള്ള മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്തൊക്കെ കൈ വിടാതെ ഇളക്കി കൊണ്ടിരിക്കുക തന്നെയാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 2 സെക്കൻഡും കൂടി നമ്മളൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ട്രേയിലേക്ക് ഇത് ഈ ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു ഗ്ലാസിൻ്റെ ട്രേയിലാണ് സെറ്റ് ചെയ്യണത്. ഇതിൽ സെറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളത് ചെറിയ ബൗളുകളിലൊക്കെ ആക്കി വയ്ക്കുന്നുണ്ട്. ഇനി ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം. അതിന് മുന്നേ ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫ്രിഡ്ജിൽ ഓവർനൈറ്റ് വെച്ചതിൻ്റെ ശേഷമാണ് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തത് ഇതിൻ്റെ മുകളിലായി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റുള്ള പുഡിങ് തന്നെയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീട്ടിലേക്ക് ഗസ്റ്റൊക്കെ വരിക എന്ന് പറഞ്ഞാൽ കുറഞ്ഞ സാധനം കൊണ്ട് വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ട് തന്നെയാണ്. ഫങ്ഷനിലൊക്കെ താരമാകാൻ പറ്റിയൊരു ഡെസേർട്ട് തന്നെയാണിത്. അപ്പോൾ ഞാൻ വീണ്ടും പറയണം, എല്ലാവരും മസ്റ്റായി ട്രൈ ചെയ്ത് നോക്കണം. ഒരു രക്ഷയില്ല അതിൻ്റെ ടേസ്റ്റ്. ട്രൈ ചെയ്ത് നോക്കിയവരൊക്കെ ഫീഡ്ബാക്ക്സ് അറിയിക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ കാണുന്ന ബെൽ ബട്ടണിൽ ഓളൊന്ന് പ്രസ് ചെയ്യണേ. കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക്